ഈശം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സെയിൻസ് ഓഫ് ആഗമൺ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. വാചാർത്ഥത്തിലും യാഥാർത്ഥ്യത്തിലും അനുഗ്രഹീതനായ വിശുദ്ധ ബെനഡിക്ട് ഈജിപ്തിലെ നേഴ്സിയ എന്ന ഗ്രാമത്തിൽ AD 450 ജനിച്ചു. റോമായിൽ പഠനം ആരംഭിച്ചു. റോമൻ യുവാക്കളുടെ സുഗലോലുപതയോട് പൊരുത്തപ്പെട്ടു പോകുവാൻ സാധിക്കാതെ വന്നപ്പോൾ സുബിയോക്കയിലെ പർവ്വതനിരകളിലെ ഒരു ഗുഹയിൽ 3 വർഷത്തോളം താമസിച്ചു. കാലാന്തരത്തിൽ അദ്ദേഹത്തിന്റെ വിശുദ്ധി കേട്ടറിഞ്ഞ് പലരും അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചു. അങ്ങനെ പാശ്ചാത്യ സന്യാസ മുറയ്ക്ക് ആരംഭം കുറിച്ചു. യുവാക്കളുടെ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിനു വേണ്ടി സ്കൂളുകൾ തുടങ്ങി. 28 വർഷത്തെ സുബിയോക്കയിലെ ജീവിതത്തിനിടയ്ക്ക് 12 അംഗങ്ങളുള്ള 12 ആശ്രമങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. അദ്ദേഹം തന്നെ എഴുതിയുണ്ടാക്കിയ നിയമം എല്ലാ ആശ്രമങ്ങൾക്കും ബാധകമാക്കി. അനുസരണം, കന്യാവ്രതം, ദാരിദ്ര്യം എന്നീ 3 വ്രതങ്ങളും കൂട്ടജീവിതവും സന്യാസ ജീവിതത്തിനുള്ള ഘടകങ്ങളാക്കി മാറ്റി. വ്യക്തികൾ ഏകാന്തമായി ജീവിക്കുന്ന സന്യാസ മുറയ്ക്ക് പകരം കൂട്ടജീവിതവും സുവിശേഷ പുണ്യങ്ങളുടെ പ്രചാരണവും അനുഷ്ഠാനവും പ്രചാരണത്തിലാക്കിയത് വിശുദ്ധ ബെനഡിക്ട് ആയിരുന്നു. ഇതിന്റെ ഭാഗമായി പഠനം, പ്രാർത്ഥന, കൈത്തൊഴിൽ എന്നിവ സന്യാസികളുടെ ജീവിതത്തിൽ സ്ഥാനം പിടിച്ചു. താൻ മരിക്കുന്നതിന് 6 ദിവസം മുമ്പ് തന്റെ ശവകുടീരം തുറക്കുവാൻ വിശുദ്ധ ബെനഡിക്ട് ആവശ്യപ്പെട്ടിരുന്നു. 6-ാം ദിവസം AD 543 മാർച്ച് 21 തന്നെ ദേവാലയത്തിലേക്ക് സംഭവിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു ശിഷ്യന്റെ മേൽ ചാരി നിന്നുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും താമസിയാതെ മരിക്കുകയും ചെയ്തു. മരിച്ച ഒരു യുവാവിനെ ബെനഡിക്ട് ഉയർപ്പിച്ചതായി ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. വിശുദ്ധ ബെനഡിക്ട് സ്ഥാപിച്ച ബെനഡിക്റ്റിൻ സഭ 4600 മെത്രാന്മാരെയും 5000 വിശുദ്ധരെയും തിരുസഭയ്ക്ക് നൽകി. പ്രാർത്ഥിക്കുക, അധ്വാനിക്കുക എന്ന വിശുദ്ധ ബെനഡിക്റ്റിന്റെ മുദ്രാവാക്യം നമുക്കും ജീവിതത്തിൽ പകർത്താം.